നടപടിക്ക് സാധ്യത കുറവെന്നാണ് പോലീസ് ആസ്ഥാനത്തിൽ. അല്ല, അത് ഗവൺമെൻറ് കൃത്യമായിട്ട് പറയട്ടെ. മുഖ്യമന്ത്രി ഇതുവരെ വാതുറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നടന്ന ഏറ്റവും ഹീനമായ ക്രൂരമായ ഒരു സംഭവമാണ്. മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇട്ടിട്ടില്ല. അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് പറയാൻ. അദ്ദേഹം പറയട്ടെ, നടപടി എടുക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ കാണിച്ചത്, അപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചുതരാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി എടുത്തില്ലെങ്കിൽ, ഇന്നലെ കൂടുതൽ വിവരങ്ങൾ കിട്ടി. ഈ കൊച്ചിനെ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തും പോയി ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ചൂരിലുപയോഗിച്ച് കാലിൻ്റെ അടിയിൽ 15 അടി അടിച്ചിട്ട് വീണ്ടും ഗ്യാപ്പിട്ട് വീണ്ടും നിരന്തരമായി മർദ്ദിച്ചിട്ടുണ്ട്. ക്രൂരമായി പിന്നീട് മർദ്ദിച്ചിട്ടുണ്ട്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത്, ക്യാമറ ഉള്ള സ്ഥലത്ത് തന്നെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇതിലൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ് പറയട്ടെ. ഇപ്പം ചെയ്ത നടപടിയേ ഉള്ളൂ, ഇനി ഒരു നടപടി ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഞങ്ങൾ പറയാം. കോൺഗ്രസിനെതിരെ ബീഹാർ ഉപമുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ കേട്ടില്ല. അയ്യപ്പ സംഘമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ എതിർപ്പ് പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ വേറൊരു സമ്മേളനം നടത്താൻ ഞങ്ങൾ ഉയർത്തിയ ചോദ്യത്തിന് പറയട്ടെ, സർക്കാരും ദേവസ്വം ബോർഡും പറയട്ടെ. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് അല്ലേ? സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് UDF കൊടുത്തിരിക്കുന്നത് തിരുത്തി കൊടുത്താൽ ആ അഫിഡവിറ്റ് പിൻവലിക്കുമോ? 1. 2, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപ ഘോഷയാത്ര നടത്തിയതിനുൾപ്പെടെ കേസെടുത്തു. ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു, പിൻവലിച്ചില്ല. പിൻവലിക്കുമോ? 2, ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ 10ാമത്തെ കൊല്ലമാണോ വരുന്നത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ? UDF ഗവൺമെൻറ് 112 ഏക്കർ വനഭൂമി എടുത്ത് ആ വനഭൂമിക്ക് പകരം ഇടുക്കിയിൽ വനഭൂമി കൊടുത്ത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലം ചെറുവിരൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ, അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ, ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം. മാസ്റ്റർ പ്ലാൻ ശബരിമലയിൽ 10 കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ. അതിന് പറയാം. അതാണ് ഞാൻ പറഞ്ഞല്ലോ, സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു BJP CPM നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങളതിനെ നേരിടാം. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഞങ്ങൾ അയ്യപ്പ ഭക്തരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ്, ഫ്യൂഡലുകളാണ് എന്ന് പറഞ്ഞ പുരോഗമനവാദികളായിരുന്നു ഇവരെല്ലാം. ഇവർ നവോത്ഥാന സമിതി ഉണ്ടാക്കി അല്ലേ? ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ്. നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നവോത്ഥാന സമിതിയുടെ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ആ നിലപാടുകളിലൊക്കെ തന്നെ നിന്നുകൊണ്ട് വീണ്ടും അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറയട്ടെ. അത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ചെയ്യുന്നത്. അതൊന്നും അറിയില്ല എനിക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത്